പറഞ്ഞു, രണ്ടാളുകൾക്ക് പോലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. മാന്യതയുള്ള ഒരാളും ഈ പരിപാടി നല്ലതാണ് എന്ന് പറയുകയില്ല. ഇതൊക്കെ നല്ല ഏർപ്പാടാണ് എന്ന്, മാധുര്യമുള്ളതാണ് എന്ന് ചിന്തിക്കുക. ഹൃദയം ചത്തുപോയ മനസ്സുകൾക്കാണ് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മോചിതരല്ലാത്ത ആളുകൾക്കുമാണ്. കൂടെ ഞാൻ കൂട്ടി പറയുന്നു, അന്നഹും യറൗനഹു മിനൽ ഇബാദാത്തി, ഈ പരിപാടി നടത്തുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊരു ആരാധനയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ലാമിനൽ ഉമൂരിൽ മുൻകറാത്തിൽ മുഹറമാത്തി, ഇതൊക്കെ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം കൗമാരപ്രായക്കാരായ ആൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റി കയ്യിലൊരു ദഫും കൊടുത്ത് ഡാൻസ് കളിപ്പിച്ച് ഉള്ളിച്ചാടി ഇതൊക്കെ ഒരു ഇബാദത്താണ്, അതിനുവേണ്ടി പണം പിരിച്ചുകൊണ്ടും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം എന്ന് നോട്ടീസിൽ കൊടുത്തുകൊണ്ടും മറ്റും നടത്തപ്പെടുന്ന ഇത് ഒരു ആരാധനയാണ് എന്നാണ് ഈ സാധുക്കൾ ചിന്തിക്കുന്നത്. ഇതിനേക്കാളും വലിയൊരു ദുരന്തം നമുക്ക് വേറെ വരാനില്ല. ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായ നിലക്ക് തുടങ്ങി. അഥവാ ഒന്ന് രണ്ടാളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചുരുക്കം ആളുകളിലൂടെ ഇസ്ലാം തുടങ്ങി. അതേപോലെ വസയഊദു കമാ ബദാ, എണ്ണപ്പെട്ട വളരെ ചുരുങ്ങിയ ആളുകളിൽ ഒതുങ്ങിക്കൊണ്ട് പരിശുദ്ധ ദീനിൽ ഇസ്ലാം മടങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഉണർത്തിയതുപോലെ ഈ അവസ്ഥയിൽ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഫാഖിഹാനി ഇമാം ഹിജ്റ 734 മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് എന്നത് പരലോകത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ചിന്തയുള്ള ആളുകൾ മനസ്സിരുത്തി നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കോടതിയെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും ഒരുമിച്ച് കൂടി സ്വന്തം പണം കൊണ്ട് ഒരു നിലക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാത്ത നിലക്ക് ഇങ്ങനെ ഒരു നബിദിനാഘോഷം സംഘടിപ്പിച്ചാൽ അത് വെറുക്കപ്പെടുന്ന അനാചാരമാണെന്നും, ഇനി പൂർണ്ണ സംതൃപ്തിയില്ലാത്ത നിലക്ക് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് കാരണമായി തീരുന്ന രൂപത്തിലോ ആണ് ഈ നബിദിനാഘോഷം നടത്തപ്പെടുന്നത് എങ്കിൽ അത് കടുത്ത ഹറാമു തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഫാഖിഹാനി റഹിമഹുല്ല വിവരിച്ചിട്ടുള്ളത്. മറിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആളുകൾ പടച്ചുണ്ടാക്കിയ കളവുകൾ മാത്രമാണ് എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത